കൊല്ലം കരുനാഗപ്പള്ളിയിൽ തട്ടുകടയിൽ മദ്യപസംഘത്തിന്റെ അഴിഞ്ഞാട്ടം. കട അടിച്ചു തകർത്തു. ഭക്ഷണം കഴിക്കാനെത്തി രണ്ടുപേരെയും സംഘം ആക്രമിച്ചിട്ടുണ്ട്. അക്രമി സംഘത്തിൽ ഒരാളെ പിടികൂടിയിട്ടുമുണ്ട്. അരുൺരാജ് കൊല്ലത്തുനിന്ന് ചേരുന്നു. അരുൺരാജ്, ഓംലെറ്റ് ഓർഡർ ചെയ്ത് ബുക്ക് ചെയ്ത് അത് ഡെലിവറി ചെയ്യാൻ അല്പം വൈകിയെന്ന ആരോപണത്തിലാണോ മർദ്ദനം? അങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ. സുഹേൽ, എന്തായാലും രസകരമായ സംഭവമാണ് കൊല്ലത്ത് നിന്ന് തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടി വരുന്നത്. കാരണം കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ്, അതായത് ഈ വൈകുന്നേരം കടയിൽ ഓംലെറ്റ് കഴിക്കാൻ രണ്ടുപേർ എത്തുകയായിരുന്നു. തുടർന്ന് ഈ കടയിലെത്തി ഓംലെറ്റ് ആവശ്യപ്പെട്ടപ്പോൾ കടയുടമ ഈ കടയിലെ തിരക്ക് മൂലം ഓംലെറ്റ് നൽകാൻ കുറച്ചുകൂടി താമസമെടുക്കുമെന്ന് പറയുകയായിരുന്നു. തുടർന്ന് ഈ പുറത്തു നിന്ന് ഇത് കേട്ട ഒരു അക്രമി സംഘമാണ് ഈ കടയിലേക്ക് കയറി ഓംലെറ്റ് കഴിക്കാനെത്തിയവരെയും ഈ കടക്കാരനെയും ആക്രമിച്ചത്. എന്തായാലും ഈ സംഭവം പിന്നീട് പൊരിഞ്ഞ തല്ലായി മാറുന്നതാണ്. ഈ ദൃശ്യങ്ങളടക്കം നമുക്കത് വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. ഒടുവിൽ ഈ ഓംലെറ്റ് കഴിക്കാൻ എത്തിയവർക്കും മർദ്ദനത്തിൽ പരിക്കേറ്റു. ഈ മർദ്ദിച്ച അക്രമി സംഘത്തിലെ ഒരാൾക്കും പരിക്കേറ്റു. അയാൾ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. പ്രസാദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കരുനാഗപ്പള്ളി പോലീസ് ഇപ്പോൾ ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ കുറച്ചധികം നാളുകളായി കരുനാഗപ്പള്ളി ഓച്ചിറ മേഖല കേന്ദ്രീകരിച്ച് ലഹരി സംഘങ്ങളുടെ വിളയാട്ടം അത് അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. വിളയാട്ടം പതിവാവുകയാണ്. ലഹരി സംഘങ്ങൾ അഴിഞ്ഞാടുകയാണ്. ഈ രാത്രിയായാൽ പിന്നീട് ഓരോ കടകളിലും അല്ലെങ്കിൽ ഏതെങ്കിലും വാഹനത്തിൽ തട്ടിയാൽ പോലും പിന്നീട് അവിടെ നടക്കുന്ന അക്രമങ്ങളെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയില്ല, വിവരിക്കാൻ കഴിയില്ല. ആ രീതിയിലേക്ക് സാഹചര്യങ്ങൾ പോകുന്നു. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ ജാഗ്രതയോടെ സമീപനം ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ ഓംലെറ്റ് വൈകിയതുമായി ബന്ധപ്പെട്ടുള്ള അക്രമ സംഭവങ്ങളിൽ ഇനിയും തുടർ ദിവസങ്ങളിൽ അറസ്റ്റ് ഉണ്ടാകും എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സുഹേൽ, ശരി, കഴിഞ്ഞ വർഷങ്ങൾ പായസം, പപ്പടം, ചിക്കൻ കറി അങ്ങനെ എല്ലാത്തിനും തല്ലായിരുന്നു. ഇത്തവണ ഇത് ഓംലെറ്റിൽ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. മുട്ട പൊട്ടിക്കണം, ചേരുവകൾ ചേർക്കണം, അല്പം സമയം എന്തായാലും ഓംലെറ്റിന് എടുക്കും. അതിനുള്ള ക്ഷമ അത് ഓർഡർ ചെയ്യുന്നവർക്ക് കൂടി വേണമെന്ന് മാത്രമേ പറയാനുള്ളൂ.